ഹലോ കൂട്ടുകാരെ, കുടുംബക്കാരെ, നമ്മുടെ ക്രേസി ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ സ്റ്റേ വന്നത് സംഗ്തി വാലിയിലാണ്. ഇവിടെ നമ്മുടെ എന്താ പറയുക, തവാങ്ങിനും ഈ ബോംഡില അല്ലെങ്കിൽ ഡിറാങ്ങിനൊക്കെ ഇടയിലൊരു ഹോട്ട് സ്റ്റേഷനാണ് സംഗ്തി വാലി വരുന്നത്. ഇതിനെ കുറച്ച് വിഷ്വൽസ്. ഈ സംഗ്തി നദിയുടെ തീരത്തുള്ളൊരു വാലിയാണ്. ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, അയാൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ കയറി, ഒരു ഹോം സ്റ്റേ ആണ്. അപ്പോൾ അവിടെ ആളില്ല. അപ്പോൾ അതിൻ്റെ റിസപ്ഷനിൽ കയറി അയാൾ ഇരിക്കുക. എൻ്റെ മൊബൈലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുകളിലാണ്. ഞാനാണെങ്കിൽ ജസ്റ്റ് താഴെ ഡ്രൈവറിന് ഇവിടെ വന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഓക്കാകും, ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാവുന്ന സെൻസിലേക്ക് ചാടിയതാണ്. ഇവിടെ മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സാധനമില്ലേ, എയർടെലിന് ഇച്ചിരി നെറ്റ്വർക്ക് വരുന്നുണ്ട്, പക്ഷേ അതും വളരെ ശോകമാണ്. കോൾ പോലും പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അതല്ല കാര്യം. ഞാൻ നിങ്ങൾക്ക് കാര്യം കാട്ടിത്തരാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ സംഭവം നിങ്ങൾ നോക്കിക്കോയേ. വെൽക്കം ടു സംഗ്തി. ഇതാണ് ഇവിടുത്തെ വ്യൂസ്. നോക്കി, നിങ്ങളെ കാണുന്നതാണ് സംഗ്തി റിവർ കേട്ടോ. ഇതൊരു ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു വില്ലേജാണ്. നമ്മുടെ ഇവിടെ കാണുന്നതൊക്കെയും ഭയങ്കര ഡിഫറെൻറ്റുള്ള സംഭവങ്ങളാണ്. ഇവിടെ ചെറിയൊരു വൈൻ ഷോപ്പുണ്ട്. പക്ഷെ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഞാൻ വളരെ കാണില്ല. മോസ്റ്റ്ലി ഹോം സ്റ്റേസ് ആണ്. അപ്പോൾ നമുക്ക് എന്നിട്ട് എന്താ പറയുക, ഇവിടെ ഹോം സ്റ്റേയിൽ നിന്ന് കഴിക്കേണ്ടി വരും. നമ്മുടെ ഡ്രൈവർ നമ്മളൊരു വേറൊരു ഹോം സ്റ്റേ, ഒരു റിവർ വ്യൂ ഹോം സ്റ്റേയിൽ കൊണ്ടുപോയായിരുന്നു. ഞങ്ങളവിടെ ജസ്റ്റ് ബ്ലാക്ക് ടീ കുടിച്ചായിരുന്നു. പുള്ളിക്ക് അവിടെ ടൈപ്പ് ഉണ്ടായിരുന്നു. അല്ലാണ്ട് സംഗ്തി പറഞ്ഞ് ഞാൻ ചോദിച്ചു പുള്ളിയോട്, നമുക്ക് എന്തുകൊണ്ടാണ് ഇവിടെ റൂം വന്നെന്ന് ചോദിച്ചു. കാരണം കുറച്ച് മുന്നോട്ട് എന്തുകൊണ്ട് പോയിക്കോളെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞത് 2 റീസണാണ്. ഒന്ന്, സാധാരണ ഇതിൽ ടൂറിസ്റ്റുകൾ ഒത്തിരി ടൈം അവിടെ ഇവിടെയൊക്കെ വേസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഞങ്ങളത് വേസ്റ്റ് ചെയ്യുന്നില്ല. ഞങ്ങൾ പോവുക, കാണുക, കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. അതാണ് ഞങ്ങളുടെ പർപ്പസ്. ഞങ്ങളത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ റീസൺ, തവാങ്ങിനും ഇതിനും ഇടയ്ക്ക്, നമ്മുടെ ഈ ഡിറാങ്ങിനും ഇടയ്ക്കുള്ളത് മെയിൻ പോയിന്റ് ഇതാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തവാങ്ങിലേക്കാണ്, അല്ലെങ്കിൽ ജെയ്മനോ അങ്ങനെ എന്തൊരു സ്ഥലം പുള്ളി മെൻഷൻ ചെയ്തു. അവിടെ നമുക്ക് റൂം കിട്ടത്തുള്ളൂ എന്ന്. അത്യാവശ്യം മാന്യമായ റൂംസോ അല്ലെങ്കിൽ റൂംസ് കിട്ടാൻ ഭയങ്കര പാടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെയാണ് ടൂറിസ്റ്റുകൾ സാധാരണ ട്രാവൽ ചെയ്യും, തവാങ്ങിലേക്ക് പോകുന്ന ആൾക്കാർ റൂം എടുക്കുന്ന പറയുന്നത്. സോ അതങ്ങനെ ഒരു കാര്യം. ഈ ചൈനീസ് സീരീസിലൊക്കെ കാണുന്നുണ്ട്, നമ്മൾ കൊറിയൻ സീരീസിലൊക്കെ കാണുന്ന പോലെ അല്ലേ ഇവിടെ ഇരിക്കുന്നത്. എന്താ പറയുക, നിങ്ങൾ കാണുന്നുണ്ട് ഗൈസ്. ഇത് രസമുള്ള കാര്യം കേട്ടോ. രസമുള്ള അതെ, ഇവിടെയാണ് ഞങ്ങൾ താമസിക്കാൻ വന്നത്. പക്ഷെ ഇവിടെയാണ് ആളില്ലാത്തത്. പക്ഷെ അത്യാവശ്യം എനിക്ക് തോന്നുന്ന കാര്യം, റൂമും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തി ഉണ്ടാകുന്നതിൻ്റെ വിശ്വാസം. കാരണം അവിടെ വലുതായിട്ട് ആളുകളായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് പേരിട്ട്, ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്, അവർ നോക്കുന്നുണ്ട്. എന്താ പറയുക, അവരെന്തൊക്കെ ഇവിടെ ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട്. ഈ വീടൊക്കെ എന്ത് രസം നോക്കി. ഞാനതൊക്കെ ഈ ജാപ്പനീസോ അല്ലെങ്കിൽ കൊറിയൻ സീരീസിലൊക്കെ, അല്ലെങ്കിൽ കൊറിയൻ സീരീസ് അല്ലെങ്കിൽ ചൈനീസിൻ്റെ ചെറിയ 1-2 സീരീസ് കണ്ടപ്പോൾ അതിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ. പക്ഷേ രസമുണ്ട് കേട്ടോ. രസം അത്യാവശ്യം നല്ലൊരു രസമുള്ള വ്യൂ ആണ്. അവിടെ ഇവിടെ ചോളത്തിൻ്റെയൊക്കെ കുറേ കൃഷിയുണ്ട് കേട്ടോ. ചോളമൊക്കെ ഉണങ്ങാൻ പറ്റുമോ? ചോളം എൻ്റെ അടുത്ത് ഉണങ്ങാനിട്ടേക്കുന്നത്. ചോളം മാത്രമല്ല, കിവിയുണ്ട് ഇവിടെ കൃഷിയായിട്ട്. നീണ്ട മത്തങ്ങയുടെ വള്ളി പരത്തിയിട്ടേക്കുക. എൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, ഇവിടെ എന്തെങ്കിലും ഫുഡ് കിട്ടുമോ എന്നതാണ് എനിക്കറിയുന്നത്. എന്തെങ്കിലും ഫാസ്റ്റ് ഫുഡ്. ഗൈസ്, എനിക്ക് തോന്നുന്നില്ല ഇവിടെ എന്തെങ്കിലും കിട്ടുമെന്ന്. ഇവിടെ ഫുഡ് നമുക്ക് ഹോം സ്റ്റേയിലെ ഫുഡ് തന്നെ റിലേ ചെയ്യേണ്ടി വരും, ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇച്ചിരി എന്തെങ്കിലും കഴിക്കണം. അയാൾക്കാണെങ്കിൽ വിശന്നിരിക്കാൻ വയ്യ. കുറച്ച് സ്നാക്സ് ഔട്ട് കയ്യിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഷോ വാലിയുടെ. അറിയില്ല, അവിടെ അതിൻ്റെ ഓണർ വന്നത് തുറന്ന് തരാണ്ട് 1 രൂപയില്ല. ഇവിടെ മൊബൈലിൽ ആരെങ്കിലും വിളിക്കാൻ പറ്റുന്നില്ല, നെറ്റ്വർക്ക് ഇല്ലാഞ്ഞിട്ട് ഒരു വീഡിയോ കോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതല്ലെങ്കിൽ ഞാൻ ചോദിച്ചു ഇവിടെ റെസ്റ്റോറൻറ്റ് ഇങ്ങനെ ഉണ്ടെന്ന്. ഗൈസ്, ഞാനൊരു കുഞ്ഞിനെ പരിചയപ്പെട്ടു. അവൻ കുഞ്ഞ് പറഞ്ഞത് താഴേക്ക് പോയ റെസ്റ്റോറൻറ്റ് എന്നാണ് പറഞ്ഞത്. അയാളെ ഇവിടെ കുക്ക് ചെയ്തെടുത്തിട്ട് ഞാൻ ഹോട്ടലിൽ കയറി ചെക്ക് ഇൻ ചെയ്തിട്ട് നമുക്ക് പോയി നോക്കണം ഫുഡ് കിട്ടുമെന്ന്. എനിക്ക് തോന്നുന്നു വളരെ പീസ്ഫുള്ളായിട്ട് ടൗൺ കേട്ടോ. ഒരു
പഴമയിലേക്ക് നോക്കി തിരിച്ചു കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ സെറ്റപ്പാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പഴയൊരു സെറ്റപ്പ്, ഒരു സംഗീതം. എനിക്ക് ആ റിവർ വ്യൂവിലേക്ക് പോയാൽ കാണാനായിട്ട് കുറച്ചുകൂടി മുന്നോട്ടൊക്കെ കൊള്ളാമെന്നുണ്ട്. ഞാൻ ഓൾറെഡി മറ്റേ ആ ഹോം സ്റ്റേയിൽ പോയ സമയത്ത് ഞാൻ വെള്ളത്തിൽ മുക്കിയായിരുന്നു. ഐസ് വാട്ടർ ഗൈസ്. ഞാൻ ജാക്കറ്റ് ഇട്ടില്ല നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കുന്നത്. എനിക്ക് വലിയ ഇഷ്യൂസ് വരാത്തതുകൊണ്ടാണ്. മീൻസ് ഓവർ കോൺഫിഡൻസ് അല്ല. എനിക്ക് ജാക്കറ്റ് ഇട്ടില്ലെങ്കിൽ ഞാൻ കുറേയൊക്കെ മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്നെ വിൻ്ററിനോട് കുറേയൊക്കെ ഓക്കെ ആണെന്ന് തോന്നേണ്ട പുറത്ത്. ഓക്കെ നോക്കാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്ര മാത്രം. ഫുഡിൻ്റെ എന്തെങ്കിലും വന്നാൽ നമുക്ക് കിട്ടിയ കഴിഞ്ഞാൽ ഞാൻ അതുകൂടി എൻ്റെ കൂടെ കട്ട് ചെയ്ത് അടിയാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഐ ഗൈസ് ലവ് യു ഓൾ. വളരെ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യും, എന്തൊക്കെയൊക്കെ ചെയ്യൂ ഗൈസ്. ലവ് യു മുത്തുകളെ ഗൈസ്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട്. റൂമിൻ്റെ കീ കിട്ടി. നിങ്ങൾ ഈ കാണുന്ന പറയുക നമ്മുടെ റൂമിൻ്റെ എൻട്രൻസ് ഇവിടെ അത് റെസ്ട്രിക്റ്റഡ് ആണ്. 101, 102 അങ്ങനെ കുറേ അപ് ടു 106 വരെ ഉണ്ട്. 106 ആണ് നമ്മുടെ റൂം. പോസിറ്റീവ് നോട്ട് എന്താണെന്ന് വെച്ചാൽ വൈഫൈ ഉണ്ട് ഗൈസ്. സോ അത് വലിയ റിലീഫാണ്, വലിയ സമാധാനമാണ്. ഞാൻ നിങ്ങൾക്ക് റൂം കാണാം. എന്നെ സംബന്ധിച്ച് ഈ റൂം അത്യാവശ്യം വർത്തിട്ടാണ്. കാരണം ഫാനുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചെന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് ഇടാൻ പറ്റുമല്ലോടാ. പോയി ഫാൻ ഫുൾ സ്പീഡ് ഇട്ടാൽ ഏതെങ്കിലും 1-2 ഡ്രസ്സൊക്കെ നമുക്ക് ഉണങ്ങും. അവർ വെള്ളം തന്നിട്ടുണ്ട്, ടിഷ്യൂ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല റേറ്റ്, നല്ല റൂമെന്ന് നല്ല റൂമാണ്. ബാത്റൂമും വൃത്തിയുണ്ട്, ഷവറും ഒക്കെ ആയിട്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു റൂമാണ്. സോ ഞാൻ ഇവിടെ ക്ലോസിങ്ങിനോട് പറഞ്ഞാൽ ഞാൻ വെച്ചിട്ടുണ്ട്. അത് മാറ്റാനും പിടിക്കാൻ നിൽക്കുന്നില്ല. ഞങ്ങൾ പോയി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് നോക്കുകയാണ്. നോക്കിയിട്ട് വരാം. ബൈ ഗൈസ്. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ അവരെന്താ പറയുക, വന്ന് നമുക്ക് റൂം തുറന്നു തന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ താഴേക്ക് വന്നിട്ടുണ്ട്. റിവർ സൈഡ് വ്യൂ കാണാനുണ്ട്. അതുപോലെ ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഫുഡ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇല്ല, വലിയ തണുപ്പില്ല. ചേട്ടൻ്റെ ഇതിലേക്കും പക്ഷേ എൻ്റെ ഒരു ലെവലിൽ തണുപ്പുണ്ട്, ചെറിയ രീതി. പക്ഷെ മറ്റേ ഫുള്ളൊരു ഉണങ്ങാനിട്ട് കണ്ടോ നിങ്ങൾ? നമുക്ക് നോക്കാം താഴേക്ക് വല്ല ഫുഡോ റെസ്റ്റോറൻറ്റ്സോ വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ആൾക്കാരും സാധാരണ ഇത്രയും താഴേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിയില്ല ഗൈസ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം ശരിയാണോ എന്ന് പോലും എനിക്ക് കൃത്യമായിട്ടല്ല. വഴി മാറിപ്പോകും തോ. ഗൈസ് ഇവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ ഗൈസ്. ഹോം സ്റ്റേയിലൊരു ഹാങ്ങിങ് ബ്രിഡ്ജ്. അതാണ് നമ്മൾ പോയേ. അല്ലല്ല, ഇത് ഇവിടെ കുലുക്കൊന്നുമില്ല കേട്ടോ ഭാഗ്യത്തിന്. അവിടെ ഒരുപാട് പേര് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഗൈസ്. ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് ഗൈസ് ഞാൻ അങ്ങോട്ട് പോയിട്ട് എടുക്കാം. ഇവിടെ ഇനി ഇടയ്ക്കൂടി മൊബൈൽ തൊളയിൽ വീണ് ഞാൻ പിന്നെ പണിയാണ്. ഇത് മൊബൈൽ ഗോവിന്ദ ഗോവിന്ദ ഗോപാല ഗോപാല അതുപോലെ ആയിപ്പോകും ഗൈസ്. നമുക്ക് നോക്കാം അവിടെ എന്തോ സംഭവം. ഞാൻ മോദിക്കൊടുക്കാം. ഇതിൽ 2 വീലറൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഫുൾ റെസ്റ്റോറൻറ്റ് വല്ലതും ഉണ്ടോ നോക്കട്ടെ. റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. ഇല്ല ഗൈസ്, ഇത് ഹോം സ്റ്റേയിലേക്കുള്ള വഴിയാണ്. വെൽക്കം. ഇത് ഹോം സ്റ്റേയുടെ ഗൈസ്. ഞങ്ങൾ വിശന്ന് വന്ന് ചാടിയത് മോങ്ങ ഞാൻ വെള്ളത്തിൽ പിടിച്ച് മുക്കി കളയും കേട്ടല്ലോ. അങ്ങോട്ടങ്ങനെ പോയി നോക്കാം വാ.